പടച്ചവനെ, ഇവിടെ പറഞ്ഞവരിൽ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്. നീ ഹിഫ്ള് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രയാസങ്ങളും നീ തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ പരീക്ഷിക്കുന്ന രീതിയിൽ നീ ഞങ്ങളിലേക്ക് നോക്കല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണം അല്ലാഹ്, വദബിന്റെ നോട്ടം നോക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി, ഒറ്റക്ക് കൂട്ടായി, രഹസ്യമായി, പരസ്യമായി സംഭവിച്ചതെല്ലാം നീ അഫൂ ചെയ്യണേ അല്ലാഹ്, അഫൂ ചെയ്യണേ അല്ലാഹ്, അഫൂ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, ഞങ്ങളെ, ഈ സംരംഭങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ആഖിറത്തിൽ അതിനുള്ള അനുകൂലമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, നല്ല പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇതിന് കഠിനാധ്വാനം ചെയ്യുന്ന ഈ നാട്ടിലെ പ്രവർത്തകർ, കാരണവന്മാരുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്. ഒരു ബലാ മുസീബത്തുകളിലും ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ, ദുആ കൊണ്ട് ഹഖുള്ളവർ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സർവ്വ ശർറിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ക്യാൻസർ ബാധിച്ച മക്കളെ കൊണ്ട് പ്രയാസം പറഞ്ഞവരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മുസീബത്തിൽ നിന്നും നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. ആ രോഗാണുക്കളെ കൊടുത്തവൻ നീയാണെങ്കിൽ നശിപ്പിക്കാനും നിനക്ക് കഴിയുമല്ലോ അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് റാഹത്തുള്ള ഒരു സന്തോഷമുള്ള അവസ്ഥ എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാഹ്. പടച്ചവനെ, വ്യത്യസ്തമായ വിഷയങ്ങൾ പറഞ്ഞ് ഭയപ്പാടോടെ ഹോസ്പിറ്റലുകളിൽ വിവിധങ്ങളായ ടെസ്റ്റ് ചെയ്ത് പ്രതീക്ഷയർപ്പിച്ചു ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഭയമില്ലാത്ത റാഹത്തുള്ള സന്തോഷമുള്ള റിസൾട്ട് നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. തന്ന മക്കളെ കൊണ്ട് നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഖുർറത്തുൽ ഐനായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആഖിലീങ്ങളും നല്ല ഓർമ്മശക്തിയുമുള്ള മക്കളാക്കി ഇരുലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടോ ഞങ്ങളുടെ മക്കള് ഭാര്യ സന്താനങ്ങളെ കൊണ്ടോ നീ ഞങ്ങളെ ഫളീഹത്തിലാക്കല്ലേ അല്ലാഹ്, ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്, വശലാഹക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഇസ്സത്ത് നീ കാത്തു സൂക്ഷിക്കണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും നീ ഞങ്ങളെ വശലാഹക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ മുന്നിലല്ലാതെ മറ്റൊരുത്തന്റെ മുന്നിലത് ഏറ്റുപറയാനാവില്ല. അപ്പോഴെല്ലാം നീ തെറ്റുകളിൽ നിന്ന് മറച്ചു വെച്ച് ഞങ്ങളുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചല്ലോ അല്ലാഹ്. നിന്റെ കോടാനുകോടി അടിയാറുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ വൻസഭയിൽ വെച്ച് ഞങ്ങളുടെ ന്യൂനതകളെടുത്ത് ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ ലഹരിയിൽപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അല്ലാഹുവേ, എല്ലാവരെയും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അകപ്പെട്ടവർക്ക് മോചനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ചിന്തയിലും ഫിക്റിലുമായി ദിക്റിലായി ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, പറയുന്നത് ജീവിതത്തിൽ പകർത്തുന്നവരാക്കണേ അല്ലാഹ്. പകർത്തുന്നത് പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന സഹോദരിമാർ എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. കടമുള്ളവർക്ക് വീട്ടാനുള്ള മാർഗം നൽകണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ബാധ്യതകളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ സിയാറത്തിന് നീ തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹജ്ജ് ലക്ഷ്യം വെച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, എല്ലാവർക്കും യാത്ര സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കാമിലായ അമലുകൾ ചെയ്ത് തിരിച്ചു വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. വിദേശത്തുള്ളവർക്ക് ബറക്കത്ത് സലാമത്ത് ഹിഫ്ള് നൽകണേ അല്ലാഹ്. നാട്ടിലുള്ള എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശങ്ങളിൽ നിന്ന് വെറുപ്പിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. ഇവിടെ ചീരിണി സംവിധാനിച്ചവർ, മുൻ മജ്‌ലിസുകളിൽ അതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇവിടെ സ്വതഖ നൽകിയവർ, ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ടവരുണ്ടോ റാഹത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ തുടങ്ങാനിരിക്കുന്ന സ്ഥാപനത്തിന് ബദരീങ്ങളുടെ ഹഖ് കൊണ്ട് എല്ലാവിധ വഴികളും നീ തുറക്കണേ അല്ലാഹ്. എളുപ്പമാക്കണേ അല്ലാഹ്. സുന്നത്തു ജമാഅത്തിന് ഇസ്സത്തുള്ള സ്ഥാപനവും സംരംഭങ്ങളുമായി വളർത്തിത്തരണേ അല്ലാഹ്. പടച്ചവനെ, ഒരു സമയത്ത് മരിക്കുന്നതിന് മുമ്പ് എല്ലാ ഹക്കിടപാടുകളും വീട്ടി വസിയത്തുകൾ ചെയ്ത് റാഹത്തോടെയുള്ള മരണം നൽകണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവുപകലിലോ തിങ്കളാഴ്ചയിലോ ആക്കിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം ഒരാൾക്കും ഭാരമാകാത്തതുപോലെ ഞങ്ങളുടെ മരണവും ഒരാൾക്കും പ്രയാസപ്പെടുത്തരുത് അല്ലാഹ്. പടച്ചവനെ, ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മുൻകർണിക്കീറിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ. വലതു കൈയിൽ കിതാബ് നൽകണേ അല്ലാഹ്. സിറാത്ത് മിന്നൽ വേഗത്തിലാക്കണേ അല്ലാഹ്. മീസാനിൽ നന്മകരം തൂങ്ങുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവസാനം ഹബീബായ തങ്ങൾ അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങിത്തരുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അതിൻ്റെ സമീപത്തു നിന്ന് ആട്ടിയോടിക്കുന്നവരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ തലമുറയിൽ ഒരാളെയും ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അവസാനം മുത്ത് റസൂൽ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു ഇടം നൽകണേ അല്ലാഹ്. സ്വർഗം ചോദിക്കാനുള്ള അമലുകൾ ഞങ്ങൾക്കില്ല. നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. സ്വർഗം തരണേ അല്ലാഹ്. സ്വർഗം തരണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم إنا قد رفعنا إليك أيدينا داعين راغبين، ولا تردنا خائبين، بمحض فضلك وجودك وكرمك يا كرم الأكرمين، ويا خير الناصرين، ويا غياث المستغيثين. آمين برحمتك يا أرحم الراحمين.